നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 20 പേരുടെ മൊഴികൾ ഗൗരവമുള്ളതാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്നലെ ചേർന്ന അന്വേഷണ സംഘത്തിന്റെ യോഗത്തിലാണ് ഈ മൊഴികൾ ഗൗരവമേറിയതാണ് എന്ന വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. മൊഴി നൽകിയവരിൽ 20 പേരെ ആദ്യഘട്ടത്തിലും അവശേഷിക്കുന്നവരെ രണ്ടാം ഘട്ടത്തിലും വനിതാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യും. അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. മൊഴി നൽകിയവരുടെ താല്പര്യം കൂടി കണക്കിലെടുത്താകും ഇനി കേസെടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. മൊഴി നൽകിയവരിൽ പൂർണ്ണമായി പേരും മേൽവിലാസവും രേഖപ്പെടുത്താത്തവരെ കണ്ടെത്താൻ വേണ്ടി സാംസ്കാരിക വകുപ്പിന്റെയോ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെയോ സഹായം തേടാനും അന്വേഷണ സംഘത്തിന് ആലോചനയുണ്ട്. അങ്ങനെ അന്വേഷണം തുടർന്നാൽ ആരൊക്കെയാണ് ഈ കേസിൽ കുടുങ്ങാൻ പോകുന്നത്? പോക്സോ സ്വഭാവമുള്ള വെളിപ്പെടുത്തലുണ്ട് എന്നറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണവും കേസുമായി മുന്നോട്ട് പോകുമോ? ഇതാണ് ഇന്ന് ഈ വൈകുന്നേരം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്ന ഈ വിഷയം. പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ അതിഥികൾ നടൻ പ്രകാശ് ബാരെ ഉണ്ട് ഈ വൈകുന്നേരം. സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ ഉണ്ട്. നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി. 3 പേരാണ് ഈ വൈകുന്നേരം ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ പ്രകാശ് ബാരെ, യഥാർത്ഥത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പലതും പുറത്തു വന്നതിന് ശേഷം പല ഇടങ്ങളിൽ നിന്നും ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഈ മുഴുവൻ സംഭവങ്ങളിലും ഒരു അന്വേഷണം നടക്കട്ടെ എന്ന് സർക്കാർ തീരുമാനിക്കുകയും അങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ നിയോഗിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ വീണ്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ, ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് പരിഗണിച്ചപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കം സംബന്ധിച്ച കാര്യങ്ങൾ കൂടി SIT പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ടീമിന് കൈമാറുകയായിരുന്നു. ഇപ്പോൾ അവരുടെ പരിശോധനയിൽ ഏതാണ്ട് 4000 പേജ് വരുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സൂക്ഷ്മമായി പഠിച്ചതിൽ നിന്ന് 20 പേരുടെ മൊഴികൾ വളരെ ഗൗരവ സ്വഭാവമുള്ളതാണ് എന്ന് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതിലെ കേസും മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായും ഇതിൽ പരാതിക്കാരുണ്ടാകണം. സർക്കാർ ഈ വിഷയത്തിൽ നടപടി എടുക്കാത്തതിന് കാരണമായി പറഞ്ഞത് പരാതിക്കാരില്ല എന്നുള്ളതായിരുന്നു. പരാതിക്കാരുണ്ടെങ്കിൽ നടപടി എന്നതായിരുന്നു. മൊഴി നൽകിയ, അതായത് തങ്ങൾ ആരാണ് എന്ന് വെളിപ്പെടുത്തരുത്, സ്വകാര്യത മാനിക്കണം എന്ന ഒരു ഉപാധിയിന്മേൽ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയ ഈ പരാതിക്കാർ അവരുടെ മൊഴികളിൽ ഉറച്ചു നിൽക്കുമെന്നും അങ്ങനെ പരാതിക്കാരുടെ മേൽ അവർ രംഗത്ത് വരുന്നതോടെ ഇതിലൊരു അന്വേഷണം നടക്കുമെന്നും ശ്രീ പ്രകാശ് ബാരെ താങ്കൾ കരുതുന്നുണ്ടോ? ഇവര് ഇതിൻ്റെ അകത്ത് ഇത്രയും പ്രാധാന്യമുള്ള 56 പേരാമറ്റുമാണ് മൊഴി കൊടുത്തിരിക്കുന്നത് കമ്മീഷനിൽ. അതിൽ വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളും വളരെ പ്രധാനപ്പെട്ട ആൾക്കാർക്കെതിരെയുള്ള ആരോപണങ്ങളും അതിലുണ്ട് എന്നുള്ളത് ഓരോ മലയാളിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 4.5 വർഷമായിട്ട് അതിൻ്റെ മേലെ സർക്കാർ അടയിരിക്കണമെങ്കിൽ ആ റിപ്പോർട്ട്, ആ അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ അവരുടെ കണ്ണ് മഞ്ഞളിച്ച് പോയി. അത് അത്രയും ഭീകരമായിട്ടുള്ള ആരോപണങ്ങളും അത്രയും പ്രധാനപ്പെട്ട ആൾക്കാർക്കെതിരെയുള്ള ആരോപണങ്ങളും അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടുത്തെ വ്യവസ്ഥിതി ഇപ്പോൾ ഇന്ന് ഇത് ഒരു നടി ആക്രമിക്കപ്പെട്ട കേസ് ഒരു കേസിൽ നിന്ന് ഒരു മഹാഭാരത യുദ്ധമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഒരു സൈഡിലും മറ്റൊരുപാട് ആൾക്കാർ കുറ്റാരോപിതർ മറ്റൊരു സൈഡിലുമായിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. അതിൽ എല്ലാത്തരം പ്രവൃത്തികളും അവർ ചെയ്യുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാനും അതിനെ രണ്ട് ഭാഗത്തു നിന്നുള്ള ഒരു സംഭവമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അത്രയും ക്രെഡിബിൾ അല്ലാത്ത ആൾക്കാരുടെ ആരോപണങ്ങൾ, ചിലപ്പോൾ ഇന്നസെൻ്റ് ആയിരിക്കാൻ സാധ്യതയുള്ള ആൾക്കാർക്കുള്ള ആരോപണങ്ങൾ, ഇങ്ങനെ വ്യാപകമായിട്ട് ഉള്ള ഈ ഒരു യുദ്ധം പോലെ ഈ സംഭവം നടക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ കേസിലാണ്. 2017 നടന്നിട്ടുള്ളത്. അതിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ആകരുത്. കാരണം ഈ എല്ലാവർക്കും മുന്നോട്ട് വന്നിട്ട് അവരുടെ ആരോപണങ്ങൾക്ക് പിറകെ ശക്തമായിട്ട് നിൽക്കാനുള്ള ഒരു ഊർജം എന്ന് പറയുന്നത് മാതൃകാപരമായിട്ട് ഈ ആദ്യത്തെ കേസിലെ കുറ്റാരോപിതർക്ക് അല്ലെങ്കിൽ കുറ്റം ചെയ്തവർക്കെതിരെ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. അത് സിസ്റ്റം എന്ന നിലയിൽ, ഇവിടുത്തെ സർക്കാർ എന്ന നിലയിൽ നമ്മുടെ ഒരു കർത്തവ്യമാണ്. അത് ചെയ്യാതെ
ഈ അവർക്ക് പിന്നെ ഇതില്ല, ആരോപണമില്ല, അവരവരുടെ പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്ന് പറയുന്നതിൻ്റെ പിറകിൽ മറന്നു നിന്നുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം നിൽക്കുന്നതും ഒരു സമൂഹത്തിന് ഭൂഷണമല്ല. കാരണം ഇതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 7.5 വർഷമായിട്ട് ഇത്രയും പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുള്ള ഒരു ആക്രമണം നടന്നിട്ട് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ നടിക്ക് കോടതി മുറിയിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്ന അവഹേളനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് മുന്നോട്ട് വരിക? സോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിൽ, ഏത് കേസിലാണെങ്കിലും വളരെ വേഗത്തിലും വളരെ നല്ല ക്ലാരിറ്റിയോടും കൂടിയിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. 7.5 വർഷം കഴിഞ്ഞിട്ട് സുപ്രീം കോടതി ചോദിക്കുകയാണ്, എന്താണ് ഈ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. സാക്ഷികൾ മൊഴി മാറ്റുന്നു, എവിഡൻസിനെ ടാമ്പർ ചെയ്യുന്നു. പിന്നെ ശ്രീ പ്രകാശ് ബാരെ, ഞാൻ അതിനിടയിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കട്ടെ. അതായത് താങ്കൾ ഈ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന സർക്കാരിനെയാണോ? അതായത് ഇപ്പോൾ 7.5 വർഷക്കാലത്തിന് ശേഷം അതിലെ 1-ാം പ്രതി പൾസർ സുനിക്ക്, ഞാൻ പറഞ്ഞ നടി ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് ജാമ്യം കിട്ടുന്ന ഘട്ടത്തിലാണ് സുപ്രീം കോടതി ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലും സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇല്ല. വളരെ സത്യസന്ധമായ സുതാര്യമായ ഒരു സമീപനം ഈ വിഷയത്തോട് ഇല്ല എന്നതാണോ ശ്രീ പ്രകാശ് ബാരെ താങ്കളുടെ വിമർശനം? അങ്ങനെ വേണം നമുക്ക് കരുതാൻ. കാരണം ഒരു ആരംഭശൂരത്വമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിതിൻ്റെ മുൻകൈ എടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ആദ്യം ഇങ്ങനൊരു കാൽവെപ്പ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലാണ്. ഇവിടുത്തെ സർക്കാരാണ് അതിന് മുൻകൈ എടുത്തത്. പക്ഷേ ഇതിൽ ഉൾപ്പെട്ടത് ആരൊക്കെയാണെന്ന് കണ്ടപ്പോഴത്തേക്കും പിൻവലിയുകയാണ് സർക്കാർ പിന്നീട് ചെയ്തിരിക്കുന്നത്. ഈ മെല്ലെപ്പോക്കും പലതവണ പ്രോസിക്യൂട്ടർ മാറുന്നതും ഇത്രയും കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നതും ഒക്കെ കാരണം ഈ മൊത്തം മാറ്റം, ഇത് ഇന്നവിറ്റബിൾ ആയിട്ടുള്ള മാറ്റമാണ്. സമൂഹത്തിൽ മാറാതെ ഗത്യന്തരമില്ല. അല്ല, പക്ഷേ ശ്രീ പ്രകാശ് ബാരെ, ഈ നടിയെ ആക്രമിച്ച കേസാണ് താങ്കൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ താങ്കൾ എടുത്തു കാണിക്കുന്ന ഒരു സംഭവമെങ്കിൽ അതിനകത്ത് 8-ാം പ്രതി ചലച്ചിത്ര താരം ദിലീപിനെ അറസ്റ്റ് ചെയ്യാനുള്ള തൻ്റെ ഇടം കാണിച്ചു ഈ സർക്കാർ. അതുകൊണ്ട് സ്ത്രീപക്ഷ നിലപാടെടുക്കുകയും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വെച്ചുപൊറുപ്പിക്കുകയും ചെയ്യില്ല, അതിലേതറ്റം വരെയും പോകാൻ സർക്കാർ തയ്യാറാണ് എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ സർക്കാർ തന്നെ ആ സംഭവത്തെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ച, അല്ലെങ്കിൽ ധൈര്യം എന്ന് ഞാൻ വാക്കുപയോഗിക്കുന്നില്ല, ദിലീപിനെ അറസ്റ്റ് ചെയ്ത ഈ സർക്കാർ, അതായത് ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചിലരുടെ പേരോ പരാമർശങ്ങളോ ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ അതിൽ നിന്ന് പിന്മാറി എന്ന ഒരു യുക്തി എങ്ങനെയാണ് താങ്കൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്? ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ്, ഒരു 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഓരോ ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്, എന്താണ് പിന്നെ സിനിമ അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് ഒക്കെ കാലം വിലയിരുത്തും. സർക്കാർ തീർച്ചയായിട്ടും വളരെ ധൈര്യപൂർവ്വം തന്നെ വളരെ ആർജവത്തോടു കൂടി ഇതിനെ മുന്നിട്ടിറങ്ങുകയും ഒരു മാറ്റം, ആദ്യത്തെ അന്വേഷണം പ്രഹസനമായിരുന്നുവെങ്കിലും പിന്നീട് നന്നായിട്ട് അന്വേഷിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുശേഷം ഒരു മനംമാറ്റം അല്ലെങ്കിൽ ഒരു വീണ്ടും വിചാരം ഈ സർക്കാരിനുണ്ടായിട്ടുണ്ട്. ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു അമ്മാത്ത് എത്തിയതുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നമ്മൾ ഈ സർക്കാരിൻ്റെ സിൻസിയറിറ്റിയും സർക്കാരിൻ്റെ കാര്യക്ഷമതയും ഒക്കെ നമ്മൾ എപ്പോഴാണ് ജഡ്ജ് ചെയ്യുക? ഇതിൻ്റെ ഫൈനൽ ഔട്ട്കമ്മിലാണ്. ഒരുപാട് ശ്രമിച്ചു ഗവൺമെൻറ്, ഒരുപാട് പ്രസ്താവനകളൊക്കെ ഇറക്കി, പക്ഷേ ഒന്നും നടന്നില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അപ്പം ജനങ്ങളിതൊക്കെ കാണുന്നുണ്ട്. ജനരോഷം ഇതിനൊക്കെ എതിരായിട്ട് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഏതൊരു ജനാധിപത്യത്തിൽ ഏതൊരു സർക്കാരിനെയും പോലെ അതിനെ സർക്കാർ ഗൗനിക്കണം, മാനിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഞാൻ വരാം. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു പരിശോധന നടത്തിയ ശേഷം ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം ഈ വരുന്ന 3-ാം തീയതി, ഒക്ടോബർ 3-ാം തീയതി. ഇപ്പോൾ SIT ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്ന്, ഏതാണ്ട് 4000 പേജ് വരുന്ന റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്ന് 20 പേരുടെ മൊഴികൾ ഗൗരവ സ്വഭാവമുള്ളതാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്, അവർ വിലയിരുത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായും രാഹുൽ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഈ മറുഭാഗത്ത് നിൽക്കുന്നവർ, അതായത് അതിജീവിതകൾ, ആരോപണം ഉന്നയിച്ച വ്യക്തികൾ ആരോപണ വിധേയർ മാത്രമാണ്, അവർക്കെതിരെ വിധിക്കാനുള്ള സമയമായിട്ടില്ല എന്നതാണല്ലോ. ഇന്നിപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് ഗൗരവ സ്വഭാവമുള്ള മൊഴികളുണ്ട് എന്ന നിഗമനം SITക്കുണ്ട്. അതിൽ പോക്സോ സ്വഭാവമുള്ള
മൊഴികളും വെളിപ്പെടുത്തലുകളും ഉണ്ട് എന്ന് കണ്ടെത്തിയതായി സൂചനകളും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി സ്വാഭാവികമായും നിയമ നടപടികളിലേക്ക് കടക്കുകയല്ലേ ചെയ്യുക? ശ്രീ ഗോപികൃഷ്ണൻ, രണ്ട് കാര്യങ്ങൾ. ആദ്യമായി പ്രകാശ് ബാരെ സാറിനോട് യോജിപ്പുള്ള കാര്യം പറയാം. ശരിക്കും ഇതൊരു മഹാഭാരത യുദ്ധം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഒരു പക്ഷത്ത് ധർമ്മമുള്ള സത്യമുള്ള പാണ്ഡവരും മറുപക്ഷത്ത് കള്ളം പറയുന്ന കൗരവരും. ആ പാണ്ഡവരുടെ കൂട്ടത്തിലുള്ള പേരുകൾ നിവിൻ പോളി, ജയസൂര്യ, ബാബുരാജ്, മുകേഷ്, സിദ്ദിഖ് തുടങ്ങിയാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സീനിയോറിറ്റി ഉള്ളതുകൊണ്ട് നമ്മുടെ രഞ്ജിത്ത് സാറിനെ ശ്രീകൃഷ്ണനായിട്ട് വെക്കാം. ഒരു ഭാഗത്ത് സത്യമുള്ളവരും മറുഭാഗത്ത് ആരൊക്കെയാണ്? വ്യാജ ഡോക്ടറേറ്റ് ഉള്ളവർ, ചൈനയിൽ നിന്ന് പുറത്താക്കിയ സഹപാഠിയുടെ നഗ്ന ചിത്രം എടുത്തതിൽ നിന്ന് ചൈനയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തി, മൈനറിനെ റാക്കറ്റിലേക്ക് എത്തിച്ചു കൊടുത്ത വ്യക്തി, ഇന്ന് രാവിലെ തൊട്ട് വാർത്ത എഴുന്നേൽക്കൊണ്ട് കൊച്ചിയിലുള്ള നിവിൻ പോളി ദുബായിലെത്തി തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ വ്യക്തി. അങ്ങനെ അതിജീവിതകളെ എല്ലാം നമുക്ക് ബഹുമാനമാണ്. പക്ഷേ അതിജീവിതകളുടെ പേരിൽ വ്യാജ അതിജീവിതകൾ അഥവാ വ്യാജ ജീവിതകൾ മറ്റൊരു വശത്ത്. അതുകൊണ്ട് ഇത് മഹാഭാരത യുദ്ധം തന്നെയാണ്. പാണ്ഡവപക്ഷം ജയിക്കും എന്ന് അദ്ദേഹം ഓർത്തിരുന്നാൽ നല്ലതാണ്. ഇനി നിയമപരമായ വളരെ ഷാർപ്പായ ഉത്തരം ശ്രീ ഗോപികൃഷ്ണൻ ശ്രദ്ധിച്ചു കാണും. ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ ആദ്യമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിന്റെ ഉത്തരവിൽ 7-ാം പേജ് 7-ാം പാരഗ്രാഫ് 2-ാം ഉപഖണ്ഡിക 3 മുതൽ 4 വരി വരെ ഹൈക്കോടതി പറയുന്നു ആരോപിതരുടെ പേരിനും പ്രൈവസി കൊടുക്കണം. ഇത് ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ ആദ്യമാണ്. ഇല്ലെങ്കിൽ തമ്പിസാറിനെ തിരുത്താം. 7-ാം പേജ് 7-ാം പാരഗ്രാഫ് 2-ാം ഉപഖണ്ഡിക 3 മുതൽ 4 വരിയിൽ പ്രൈവസി ഓഫ് ദി വിക്ടിംസ് ആസ് വെൽ ആസ് ദോസ് ഹു ആർ അക്യൂസ്ഡ്, ഇവർക്ക് രണ്ടുപേർക്കും പ്രൈവസി നൽകണം. ഈ ഇൻവെസ്റ്റിഗേഷൻ ഫെയർ ടു ഓൾ ആയിരിക്കണം. പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല, പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ്. ഒരു പക്ഷേ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഇതൊരു പുതിയ പ്രീസിഡന്റ്, ഒരു കീഴ്വഴക്കം തന്നെയാണ്. അതായത് ഒരുപാട് വ്യാജ ആരോപണങ്ങൾ വരുന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും അത് ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ് ഇവർക്കും പ്രൈവസി നൽകണം. 2 പോക്സോ അടക്കമുള്ള കേസുകളുണ്ടെങ്കിൽ സീരിയസ് ആണ്, അന്വേഷിക്കട്ടെ. പക്ഷെ അതിന്റെ മെറിറ്റ് വെളിവായതിനു ശേഷം മാത്രമേ ആൾക്കാരുടെ പേര് വെളിവിടാവൂ. ഇനി അത് മുമ്പൊക്കെ രാഹുൽ ഈശ്വറിന്റെ വാദം മാത്രമായിരുന്നു, ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായം കൂടെയാണ്. ഓർക്കുക, ഓറൽ ഒബ്സർവേഷൻ അല്ല, എഴുതി വെച്ചിരിക്കുന്ന വിധിയാണ്. അതുകൊണ്ട് പോക്സോ അടക്കമുള്ള എല്ലാ കേസും അന്വേഷിക്കണം. വളരെ സീരിയസ് ഒഫൻസുകൾ ഉണ്ടെങ്കിൽ, റേപ്പ് ഉണ്ടെങ്കിൽ, പോക്സോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നടപടി ഉണ്ടാകണം. പക്ഷേ അത് കോടതിയിലെത്തി കോടതി പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് കണ്ടതിന് ശേഷം, അല്ലാതെ ശ്രീ ദിലീപിനെ കരിവാരി തേച്ചതുപോലെ വ്യാജ രാഹുൽ, എനിക്ക് എവിടെയാണ് രാഹുലിനോട് ഒരു വിയോജിപ്പുള്ളത്? അതായത് ഇപ്പോൾ താങ്കൾ പറയുന്നത് അതിജീവിതകളുടെ അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയ മൊഴി നൽകിയ അതിജീവിതരുടെ സ്വകാര്യത പോലെ തന്നെ നിയമപരമായി സംരക്ഷിക്കപ്പെടേണ്ടതാണ് ആരോപണ വിധേയരായ ആളുകളുടെ സ്വകാര്യതയും എന്ന് കോടതി പറഞ്ഞു എന്നാണ്. എനിക്കതിനകത്ത് അവിശ്വാസമുണ്ട്. കാരണം ഞാൻ ആ ഭാഗങ്ങളെ അങ്ങനെയല്ല മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. പക്ഷേ ഒരൊറ്റ മിനിറ്റ് രാഹുൽ, ലെറ്റ് മീ പ്ലീസ് കംപ്ലീറ്റ് ആൻഡ് യു ക്യാൻ ഹാവ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ അതിനകത്ത് അതിജീവിതയുടെ സ്വകാര്യത എന്നത് ഇനിയിപ്പോൾ ഒരു വിധിന്യായത്തിലൂടെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. അത് നമ്മുടെ നിയമത്തിന്റെ ഭാഗമാണ്. നിയമത്തിന്റെ മാന്യതയുടെയും മര്യാദയുടെയും നിയമപരമായ സാഹചര്യങ്ങളിലും അത് അവിടെ നിലനിൽക്കുന്ന ഒന്നാണ്. അതിജീവിതയുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം. പിന്നെ ആരോപണ വിധേയരുടെ സ്വകാര്യത സംബന്ധിച്ച കാര്യങ്ങൾ, ദാറ്റ് ഈസ് എ മാറ്റർ ടു ബി ഡിബേറ്റഡ്. കാരണം ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന അയാളെ സംബന്ധിച്ച്, അതായത് ഈ സ്ത്രീ പീഡനം പോലെയുള്ള കേസുകളിൽ, യു നോ ദാറ്റ് ബെറ്റർ ദാൻ മീ ആസ് യു ആർ എ ലോയർ രാഹുൽ ഈശ്വർ, ആരോപണ വിധേയരായ ആളുകൾ അവരുടെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് അവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ആരോപണ പരാതികൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടത്. പിന്നെ പോക്സോ കേസുകൾ സംബന്ധിച്ച കാര്യങ്ങളിലെ വെളിപ്പെടുത്തലുകളിൽ താങ്കൾ ഈ ചർച്ചയിലെടുത്ത നിലപാട് കോടതി തീരുമാനിക്കണം കേസിന്റെ കാര്യമെന്നാണ്. എൻ്റെ പരിമിതമായ നിയമജ്ഞാനം വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം കേസുകളിൽ സ്വമേധയാ കേസുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ്. ആൻഡ് ഫോർ എ ബെറ്റർ ക്ലാരിഫിക്കേഷൻ, we have with us Mr. പ്രിയദർശൻ തമ്മിൽ. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഒറ്റ വരി മാത്രം കൃത്യമായ വിധിന്യായത്തിൽ ഞാൻ അങ്ങക്ക് ഇപ്പം വിധിന്യായം ഫോർവേഡ് ചെയ്യുന്നുണ്ട്, അങ്ങ് വായിച്ചും കാണും. 7-ാം പേജ് 7-ാം പാരഗ്രാഫ് 2-ാം ഉപഖണ്ഡിക 3-ാം വരിയിൽ I have only disagreement on one matter, അതായത് is that the proper interpretation എന്നുള്ളത് മാത്രമാണ്. That is what I was telling you. അല്ല, ഒറ്റ മിനിറ്റ്. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി ഈസ് an expert, legal expert ഉണ്ടല്ലോ നമ്മുടെ കൂടെ. പ്രിയദർശൻ തമ്പി സാർ ഉണ്ട്. രാഹുൽ, we will get a better clarification. തമ്പി സാർ, എനിക്ക് തോന്നുന്നു രാഹുൽ ഇതിനു മുൻപ് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദമാണ്, ഇതാദ്യമായി ഈ ആരോപണം ഉന്നയിച്ച ആളുകളുടെ മാത്രമല്ല, അല്ലെങ്കിൽ അതിജീവിതകളുടെ മാത്രമല്ല, ആരോപണം ഉന്നയിക്കപ്പെട്ട ആളുകളുടെ അവരുടെ കൂടി സ്വകാര്യത മാനിക്കണമെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി കോടതി പറഞ്ഞിട്ടുണ്ടെന്നാണ്. അത് തന്നെയാണോ കോടതിയുടെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങളുടെ യഥാർത്ഥ അർത്ഥം? അതായത് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ സംവാദത്തിന്റെ ഭാഗമാക്കുകയോ അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തരുത് എന്നുമാണോ കോടതി ഉദ്ദേശിച്ചത്? കോടതി അത്തരത്തിലൊരു ഒബ്സർവേഷൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്.
കാരണം സാധാരണയായി പറയാത്തൊരു വസ്തുതയാണത് എന്നുള്ളതും കറക്റ്റാണ്. പക്ഷെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇപ്പോൾ കുറെ സിനിമാ പ്രവർത്തകർക്കെതിരെ പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങളെ നമ്മൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് പറയുന്ന ആരോപണങ്ങളുമായി ഒരു സാഹചര്യത്തിലും കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന അജീവിതകൾ, ഇപ്പോൾ കുറെ രാഹുൽ ഈശ്വരുടെ ശരിയായ രീതിയിൽ സൂചിപ്പിച്ചതുപോലെ കുറേയേറെ ആളുകൾ സിനിമാ പ്രവർത്തകർക്കെതിരെ പരാതി വന്നിട്ടുണ്ട്, എഫ്ഐആർ എടുത്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. അതെല്ലാം അവരൊന്നും തന്നെ ഹേമ കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുത്തവരല്ല എന്നുള്ളതാണ് ഏറ്റവും ഒറ്റയാൾ പോലും. ഇപ്പോൾ അതിജീവിതവരായി വന്നിട്ടുള്ള മുകേഷിനെതിരെ ആയാലും ശരി, രഞ്ജിത്തിനെതിരെ ആയാലും ശരി, അതുപോലെ തന്നെ സിദ്ദിഖിനെതിരെ ആയാലും ശരി, VK പ്രകാശിനെതിരെ ആയാലും ശരി, ഇപ്പോൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സംവിധായകരും നടന്മാരും ഉൾപ്പെടെയുള്ളവർക്കെതിരെ എഫ്ഐആർ എടുത്തിരിക്കുന്നവരിലെ സർവൈവേഴ്സ് ആരും തന്നെ ഹേമ കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുത്തവരല്ല. അപ്പോൾ അതും ഹേമ കമ്മീഷനിൽ മൊഴി കൊടുക്കുമായി നമ്മൾ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഹേമ കമ്മീഷൻ മുമ്പാകെ ഒട്ടേറെ ആളുകൾ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ റിപ്പോർട്ടിൽ നിന്ന് തന്നെ ഏതാണ്ട് 49ഓളം ആളുകൾ മൊഴി കൊടുത്തിട്ടുണ്ടെന്നും ആ മൊഴികളിൽ സെക്ഷൽ ഒഫൻസസ് റിവീൽ ചെയ്യുന്ന മൊഴികൾ ഉണ്ട് എന്നും ജസ്റ്റിസ് ഹേമ തന്നെയാണ് ആ റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ് കേരള ഗവൺമെന്റ് 4 IPS ഓഫീസേഴ്സ് ഉൾപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് സാഹചര്യത്തിലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേക ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ആ സീനിയർ ജഡ്ജിയും ഒരു വനിതാ ജഡ്ജിയും ഉൾപ്പെടുന്ന സ്പെഷ്യൽ ബെഞ്ച് ചില സുപ്രധാനമായ നിരീക്ഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സുപ്രധാനമായ വിവരങ്ങൾ ഏതാണ്ട് 21ഓളം ആളുകളുടെ അല്ലെങ്കിൽ 29ഓളം വനിതാ പ്രവർത്തകരായിട്ടുള്ള സിനിമാ പ്രവർത്തകരുടെ മൊഴികളില് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങിയ മൊഴികളുണ്ട് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. അതിൽ 2 കാര്യമാണ് നമ്മൾ കാണേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോക്സോ കേസ് റിവീൽ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് കേസ് സോമോട്ടോ പോലീസിന് കേസെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഗോപീഷ്ണോട് ചോദിച്ചതുപോലെ ആരോപിതരുടെ പേര് ഹൈക്കോടതിക്ക് രഹസ്യം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സപ്പോസ് ഈ ഹേമ കമ്മീഷനിൽ മൊഴി കൊടുത്ത ഒരു വ്യക്തി, ഒരു അതിജീവിത, ആ അതിജീവിതയെ പോലീസ് ചോദ്യം ചെയ്യുക. പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ അവർ ഓൺ ചെയ്യുക, ആ മൊഴി ഓൺ ചെയ്യുക, ഞാൻ അങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ട്, അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസിന് എഫ്ഐആർ എടുക്കാം. അപ്പോൾ ഈ ഹൈക്കോടതിയുടെ വിധി അവിടെ വരുന്നില്ല. അപ്പോൾ എഫ്ഐആർ എടുത്താൽ പ്രതിയായി. കാരണം അത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമല്ലേ. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്കെതിരെ ഒരു കേസെടുത്ത് എഫ്ഐആർ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഇരയുടെ പേര് മാത്രമേ രഹസ്യമായി വെക്കേണ്ടതുള്ളൂ. അപ്പോൾ ഹൈക്കോടതിയുടെ ഇന്റൻഷൻ എന്താണ്? ഹൈക്കോടതി പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഇന്റൻഷൻ നമ്മൾ ആ ജഡ്ജ്മെന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ഗോസിപ്പുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വെറുതെ പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ അത്തരത്തിലുള്ള പ്രചരണം അവസാനിപ്പിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഊഹാപോഹങ്ങളുടെ പേരിൽ എന്തെങ്കിലും ആളുകൾ വരികയാണെങ്കിൽ അവരുടെ പേരുകൾ രഹസ്യമായി വെക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഈ ഹേമ കമ്മീഷനിൽ മൊഴി കൊടുത്ത ഒരു വ്യക്തി തന്നെ, ഞാനൊരു ഉദാഹരണത്തിന് പറയുകയാണ്, ലീഗൽ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന് മൊഴി കൊടുത്ത ഒരു വ്യക്തി തന്നെ, അവർ വരിക നാളെ പരസ്യമായി വന്നിട്ട് അവരുടെ ഐഡന്റിറ്റി പോലും റിവീൽ ചെയ്തുകൊണ്ട് അവർ വന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് മൊഴി കൊടുത്തിട്ട് പറഞ്ഞാൽ പോലീസിന് എഫ്ഐആർ ഇടാതിരിക്കാൻ കഴിയുന്നു. അപ്പോൾ ആ കേസിലെ ആരോപിതന്റെ പേര് എത്ര പോലീസ് രഹസ്യമായി വെച്ചാലും അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പേര് പുറത്തു വരില്ലേ? അപ്പോൾ സത്യത്തില് ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്റൻഷൻ വളരെ ക്ലിയർ. ഫാൾസ് ആയിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡ സിനിമാ രംഗവുമായി ബന്ധം. സിനിമാ രംഗം ഗ്ലാമറിന്റെ ലോകമാണ്, അറിയാം. ജനങ്ങൾക്കാകെ ആകാംക്ഷയുള്ള ഒരു മറ്റേത് രംഗത്തും ഈ പ്രവണതകൾ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഈ ഹേമ കമ്മീഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ, കാരണം മുഖ്യമന്ത്രി തന്നെ ഈ അടുത്ത് ശരിയായ രീതിയിൽ പറഞ്ഞതുപോലെ സിനിമാ പ്രവർത്തകർ എന്ന് പറയുന്നത്, സിനിമാ നടന്മാരെന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വത്താണ്. ജനങ്ങൾ അവർക്ക് വലിയ സ്നേഹവും വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് അവർ തിരിച്ചു കൊടുക്കേണ്ടത് ഉയർന്ന ധാർമ്മിക മൂല്യങ്ങളാണ്. ജനങ്ങൾക്ക് അവർ തിരിച്ചു കൊടുക്കേണ്ടത്. ആ ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ അവർ തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ അത് നോക്കുന്നുണ്ട്. തമ്പി സാർ, എനിക്ക് വ്യക്തത വേണ്ട ഒരു കാര്യം ഞാനൊന്ന് ആവർത്തിച്ച് ചോദിച്ചോട്ടെ താങ്കളോട്. അതായത് താങ്കൾ പറഞ്ഞു ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയ ഈ ചലച്ചിത്ര പ്രവർത്തകർ, അവരോട് വീണ്ടും ഈ അന്വേഷണ സംഘം ചെന്ന് നിങ്ങൾ നിങ്ങളുടെ മൊഴികളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ മൊഴികളിൽ ഉറച്ചു നിൽക്കുന്നു, പക്ഷെ ഞങ്ങളുടെ സ്വകാര്യത മാനിക്കപ്പെടണം എന്ന നിലയിലാണെങ്കിൽ താങ്കൾ പറയുന്നു കേസുമായി മുന്നോട്ട് പോകാം. സാർ, എന്റെ സംശയം പക്ഷേ സാർ, എന്റെ സംശയം പോക്സോ സ്വഭാവമുള്ള വെളിപ്പെടുത്തലാണ് ഈ മൊഴികളായി ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ എത്തിയിട്ടുള്ളതെങ്കിൽ വീണ്ടും ആ മൊഴികളുടെ മേൽ അവരുടെ ഒരിക്കൽ കൂടി അവർ അതിനെ
ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ഒരു സാക്ഷ്യപ്പെടുത്തൽ പോലീസിന് ആവശ്യമുണ്ടോ കേസുമായി മുന്നോട്ട് പോകാൻ? പോക്സോ സ്വഭാവം ഒരാവശ്യവുമില്ല. പോക്സോ കേസ് ഒരാവശ്യവുമില്ല. കാരണം പോക്സോ കേസിന്റെ ആക്ടിൽ പറയുന്നത്, ആ ആക്ടില് അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ തന്നെ പോലീസിന് ഒരു എഫ്ഐആർ എടുക്കേണ്ടി വരും. അതിന് അവർ ഡിസോൺ ചെയ്യോ ഓൺ ചെയ്യോ എന്നുള്ള പ്രശ്നമില്ല. കാരണം മൈനറാണ്. മൈനർക്ക് നമുക്കറിയാം ഒരു കാര്യത്തിലും ഒരു കരാറിൽ ഏർപ്പെടാനോ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഏർപ്പെടാനോ അധികാരമില്ല. പോക്സോ കേസിലാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട. അതിന് അവർ ഓൺ ചെയ്യുന്നോ ഡിസോൺ ചെയ്യുന്നുള്ള പ്രശ്നമല്ല. ഇൻസ്റ്റന്റേനിയസ്ലി അത്തരത്തിലുള്ള ഒരു മൊഴി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കൊടുത്തിരിക്കുന്ന അജീവിത മൈനർ ആണോ എന്നുള്ള ഒറ്റ വിഷയം മാത്രമേ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുള്ളൂ. മൈനർ ആണെങ്കിൽ എഫ്ഐആർ എടുത്തേ കഴിയൂ. പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ, പക്ഷെ എഫ്ഐആർ എടുത്തേ കഴിയൂ. മറ്റ് കേസുകളിൽ, മൈനർ അല്ലാത്ത കേസുകളിലാണ് ഞാൻ സൂചിപ്പിച്ചത്, അവര് ആ മൊഴിയെ ഡിസോൺ. കാരണം നമുക്കറിയാം ഈ ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ ഫോറം ഒന്നുമല്ല. അത് ഒരു എൻക്വയറീസ് ആക്ട് അനുസരിച്ച് നിയമിക്കപ്പെട്ട ഒരു ബോഡിയുമല്ല. അതൊരു കുറെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ചൊരു കമ്മീഷൻ മാത്രമാണ്. ആ കമ്മീഷന് മുമ്പാകെ കൊടുത്ത മൊഴിയെ അവർക്ക് ഡിസോൺ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മേജർ ആയിട്ടുള്ള വിക്ടിംസിന്, അങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള വിക്ടിംസ് അവരുടെ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ട്, ശരിയാണ് ഞാൻ കൊടുത്തത്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറയുകയാണെങ്കിൽ മാത്രമേ പ്രൊസീഡ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഞാൻ വരാം. സോ രാഹുൽ, ദാറ്റ് ഈസ് ദ പോയിന്റ്. അതായത് പോക്സോ സ്വഭാവമുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ 4.5 വർഷക്കാലം പരാതിക്കാരില്ല എന്ന പേര് പറഞ്ഞ് ഈ റിപ്പോർട്ടിന്മേൽ നടപടി എടുക്കാതിരുന്നത് എന്ന ചോദ്യമാണ് ഹൈക്കോടതി മറ്റൊരു രീതിയിൽ സർക്കാരിനോട് ചോദിച്ചത്. നിങ്ങൾ എങ്ങനെ ഇത്രയും കാലം ഈ റിപ്പോർട്ടിന് മേൽ അടയിരുന്നുവെന്ന്. രാഹുലിനും ഇപ്പോൾ ഇതിനകത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കോടതി തീരുമാനിക്കട്ടെ കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യമെന്നാണ്. അങ്ങനെയല്ല രാഹുൽ, ഇവിടെ തമ്പിസാറിനെ പോലെ പരിണതപ്രജ്ഞനായ ഒരു നിയമവിദഗ്ധൻ പറയുന്നു, പോക്സോ കേസുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ വെളിപ്പെടുത്തലോ കേട്ടറിവുകളോ ഉണ്ടെങ്കിൽ പോലും ആ കാര്യങ്ങളിൽ പോലീസിന് കേസുമായി മുന്നോട്ട് പോകാൻ, നടപടിയെടുക്കാം, FIR ഇട്ട് മുന്നോട്ട് പോകാം എന്നാണ്. ഐ നോ രാഹുൽ, യു ഹാവ് എ പ്രോപ്പർ റിപ്ലൈ ഫോർ ദാറ്റ്. ഞാൻ ഒരൊറ്റ നിമിഷം ഒരു ചെറിയ ഇടവേള ഞാൻ എടുക്കുന്ന രാഹുലിലേക്ക് ഞാൻ തിരിച്ചു വരും. ഐ വിൽ ബി ബാക്ക് ടു യു. ശ്രീ രാഹുൽ ഈശ്വർ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പെട്ടെന്ന് 2 മറുപടി. തമ്പിസാറിനെ പോലൊരു പ്രഗത്ഭനായ അഡ്വക്കേറ്റിന്റെ വേദിയിൽ പോലും ഇരിക്കാൻ അർഹതയില്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നിയമവിജ്ഞാനത്തിന്റെ 1000-1 എനിക്കില്ല. പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായം ഞാൻ വെർബാറ്റിം കോട്ടിയാണ്, വാക്കാൽ കോട്ടിയാണ്. ഞാൻ ശ്രീ ഗോപികൃഷ്ണനും, പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനാണ്, ശ്രീ ഗോപികൃഷ്ണനും അയച്ചു കൊടുത്തു, അതിന്റെ സ്ക്രീൻഷോട്ടും അയച്ചു കൊടുത്തു. ഇതിന്റെ ഒരു ഒബ്സർവേഷൻ ആയിട്ടല്ല, കോടതിയുടെ ഡിറക്ഷൻസ് ആയിട്ടാണ്. അതായത് 7ാം പാരഗ്രാഫ് എന്ന് പറയുന്നത് കോടതിയുടെ ഇഷ്യൂ ദ ഡിറക്ഷൻസ് ആണ്. അതിൽ വളരെ കൃത്യമായി അലിഗേഷൻ, അക്യൂസ്ഡിന്റെ പ്രൈവസി കാത്തു സൂക്ഷിക്കണം എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞത് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ പുതിയ വ്യാഖ്യാനമാണ്. ഞാനൊക്കെ ഓൾറെഡി എന്റെ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിനോട് ഇത് ദേശീയ തലത്തിൽ നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം, മറ്റ് കേസുകളിൽ ആപ്ലിക്കബിൾ ആക്കണമെന്ന നമ്മൾ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ആ കാര്യത്തിൽ ആംബിഗ്വിറ്റി ഒന്നുമില്ല. ആരുടെ പേരും ഒരു കാരണവശാലും SITക്ക് വെളി പറയാൻ കഴിയില്ല. അതായത് ഈ വിധിക്ക് ശേഷം ആരുടെയെങ്കിലും പേര് പറയണമെങ്കിൽ അത് ഈ കോടതി വിധിയുടെ ലംഘനമാകും. വേണമെങ്കിൽ അവർക്ക് കോടതിയെ സമർപ്പിക്കായിരിക്കും. 2, കേസ് എടുക്കുന്നതിന് ആർക്കും തടസ്സമില്ല. ഏതെങ്കിലും രീതിയിൽ കേസ് എടുക്കുന്നതിനോ ആരോപണം ഉന്നയിക്കുന്നതിനോ ആ കേസിന്റെ അന്വേഷണത്തിനോ ഒന്നും ഒരു തടസ്സവുമില്ല. അങ്ങനെ സീരിയസ് ആയ കാര്യമുണ്ടെങ്കിൽ നോക്കണം. പക്ഷേ മിയർ അലിഗേഷൻസ് മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ സ്മിയർ ക്യാമ്പയിൻ ആണെങ്കിൽ, അപകീർത്തിപ്പെടുത്താനാണെങ്കിൽ, നിവിൻ പോളിക്കെതിരെ, രഞ്ജിത്തിനെതിരെ, ജയസൂര്യക്കെതിരെ ഒക്കെ വന്ന വ്യാജ ആരോപണങ്ങൾ നമ്മൾ കണ്ടു. ആ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ ആരെയും വേട്ടയാടരുത്, ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് വ്യാജ കേസുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, വ്യാജ ആരോപണങ്ങൾ കണ്ടിട്ടില്ലേ? ഒറ്റ വരിയിൽ അവസാനിപ്പിക്കാം. 4 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് ശ്രമിച്ചു എന്ന് കള്ളക്കേസ് ഇട്ടവർക്ക് ദിലീപിനെ ഗൂഢാലോചനയിൽ പെടുത്താനും ജയസൂര്യൻ, നിവിൻ പോളിയെ പെടുത്താനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവൂ? ആ 4 പോലീസുകാരെ കൊന്ന കേസ് ഗോപീഷ് ഓർമ്മയില്ലേ? 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് കേസ്. ആ കേസിൽ ഒരു പുരോഗമനവും. പിന്നെ രാഹുൽ, ഞാൻ പറഞ്ഞത് ഈ നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യരുത്, അതാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ, അത് A or B, നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് ആരായാലും അതിന് നമ്മൾ ആ നിലയിൽ തന്നെയാണ് അത് പരിഗണിക്കേണ്ടതും. ആ നിലയിൽ തന്നെയാണല്ലോ നിയമ സംവിധാനം തന്നെ അത് കറക്റ്റ് ചെയ്ത് പോവുകയല്ലേ. പക്ഷെ ഇവിടെ എന്താണ് രാഹുൽ ഇഷ്യൂ? ഇവിടുത്തെ പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞത്, നമ്മൾ ലെറ്റ്സ് നോട്ട് ഡീവിയേറ്റ് ഫ്രം ദ മെയിൻ ടോപ്പിക്. അതായത് ഞാൻ പറഞ്ഞത് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ താരങ്ങളടക്കമുള്ളവർ അവർക്കുണ്ടായ ചില ദുരനുഭവങ്ങൾ വിശദീകരിക്കുകയാണ്. അതിൽ ഹേമ കമ്മിറ്റി തന്നെ ഒരു ഭാഗത്ത് പറയുന്നത്, ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട പ്രഗത്ഭരെന്ന് നമ്മൾ കരുതുന്ന ആളുകൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അവിശ്വസിക്കാനുള്ള ഒരു കാരണവും ഞാൻ കാണുന്നില്ല. അവരൊരു റിട്ടയേർഡ് ജസ്റ്റിസാണ് ഹൈക്കോടതിയിലെ. ജസ്റ്റിസ് ഹേമയെ പറ്റി താങ്കൾക്ക് അറിയാമായിരിക്കും. ഏത് തരത്തിലുള്ള ഒരു ഇന്റഗ്രിറ്റി ഉള്ള ലേഡിയാണ് ജസ്റ്റിസ് ഹേമ എന്ന കാര്യം താങ്കൾക്ക് അറിയാമായിരിക്കും. ഞാൻ ജസ്റ്റ് 1 minute, ലെറ്റ് മീ കംപ്ലീറ്റ്. അപ്പോൾ അവരോട് പറയുകയാണ് ഇന്ന കാര്യങ്ങൾ, നമുക്കതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല, കാരണം അത് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങളും തെളിവുകളുമാണ് എൻ്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടത്. ആൻഡ് രാഹുൽ, പ്ലീസ് ടേക്ക് ദിസ് നോട്ട്. അതായത് അവർ പറയാണ്, ഈ പോക്സോ സ്വഭാവമുള്ള കേസുകൾ ഉണ്ടെങ്കിൽ
അതിനകത്ത് തമ്പിസാറ് പറഞ്ഞതുപോലെ പോലീസിന് ഡയറക്റ്റായിട്ട് കേസെടുത്ത് അങ്ങ് മുന്നോട്ട് പോകാം, FIR ഇട്ട്. അങ്ങനെ സാധ്യതയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ളടക്കമുള്ള ഒരു റിപ്പോർട്ടാണ് 4.5 വർഷക്കാലം വിത്തൗട്ട് എനി ആക്ഷൻ, ഒരു നോൺ ആക്ഷനിൽ അവിടെ കടന്നിരുന്നത്. അപ്പോൾ ഒരു കാര്യം, ശ്രീ രാഹുൽ ഈശ്വർ ആരോപണ വിധേയർ എന്ന് പറഞ്ഞ് നമ്മൾ അവർക്ക് കോട്ട കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ അവർ, ഞാൻ പറഞ്ഞ നിയമത്തിന്റെ കണ്ണിൽ താങ്കൾ പറഞ്ഞതൊക്കെ ശരി, ഞാൻ പറഞ്ഞത് ഈ അന്വേഷണം എവിടെയാണ് തടസ്സപ്പെടുന്നത്? എന്താണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനുള്ള തടസ്സം? മാത്രമല്ല, ഞാൻ ഒരു വരിയിൽ മറുപടി പറയാം. ഞാൻ നിയമത്തിന്റെ മാത്രമല്ല നീതിയുടെ കണ്ണിലാണ് പറഞ്ഞത്. ഇവര് ആരോപണ വിധേയരാണ്. കാര്യം ഇവർക്കെതിരെയും വ്യാജമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അന്വേഷണം വേണം, പരാതി വേണം, സംശയമില്ല. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് ഇനി 2 പോക്സോ എന്ന് പറയുന്നത് ഗേൾസ് എന്നൊരു പരാമർശമുണ്ട്. ആ ഗേൾസിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മളെല്ലാം വ്യാഖ്യാനിക്കുന്നത്. ഇത് പോക്സോ ആണ്. 2, ഹേമ മാഡത്തിന്റെ സ്റ്റേച്ചറിൽ ആർക്കും സംശയമില്ല. പക്ഷെ 35 വർഷം മുമ്പ് എനിക്കൊരു ദുരനുഭവം ഉണ്ടെന്നൊരു പെൺകുട്ടി പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ ഹേമ മാഡത്തിന് കഴിയും? അവരൊരു അന്വേഷണ ഏജൻസി അല്ല, ഇത് കമ്മീഷൻ പോലുമല്ല, കമ്മിറ്റിയാണ്. അതായത് ഞാൻ വന്ന് ഹേമ മാഡത്തോട് എന്റെ ഒരു അനുഭവം പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാനും അറിയാനും ഒരു മെക്കാനിസം ഇല്ല. ഇൻ ഗുഡ് ഫെയ്ത്ത് ഹേമ മാഡം അത് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ വേണം, ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കണം. മറുഭാഗത്തിന് അത് ശരിയാണ്, കാരണം അത് അന്വേഷിക്കാൻ ഒരു സംവിധാനം ജസ്റ്റിസ് ഹേമയ്ക്കില്ല. പക്ഷെ നമുക്കറിയാം, ഷീസ് എ റിട്ടയേർഡ് ജഡ്ജ് ഫ്രം ദ ഹൈക്കോർട്ട്. അപ്പോൾ അവർക്ക് അറിയാം ഈ ഒരു സ്വഭാവം, അവരുടെ വെളിപ്പെടുത്തലിന്റെ സ്വഭാവം മനസ്സിലാക്കാനുള്ള പ്രാപ്തിയുള്ള ആളാണ് ജസ്റ്റിസ് ഹേമ. മാത്രമല്ല, ജസ്റ്റിസ് ഹേമ പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ, അവരതിന് നിരത്തിയിട്ടുള്ള അതും അതിനോട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന അവർ പറഞ്ഞിട്ടുള്ള മറ്റ് വിവരങ്ങൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം സിനിമാ മേഖലയിൽ സംഭവിക്കുന്നു എന്ന് നമ്മൾ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ആളുകൾ അവിശ്വസിക്കേണ്ട എന്ന് ജസ്റ്റിസ് ഹേമയെ പോലെ ഒരാൾ പറയുകയാണ്. ഡെഫിനറ്റ്ലി രാഹുൽ, അതിൽ അന്വേഷണം വേണം. അപ്പോൾ മാത്രമാണ് താങ്കൾ പറഞ്ഞതുപോലെ കുറ്റക്കാരാണോ അല്ലയോ എന്ന് കണ്ടെത്താൻ കഴിയുക. ഞാൻ അതിനോട് യോജിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് അതിലൊരു അന്വേഷണം പോലും നടക്കാത്ത തരത്തിൽ ഒരു ന്യായവാദം ഉന്നയിക്കപ്പെടുകയാണ്. എന്താണ് ആ ന്യായം? പരാതിക്കാരില്ല എന്ന ന്യായം സർക്കാർ പറയുകയാണ്. ഒരു അന്വേഷണവുമില്ല. ഇവിടെ പോക്സോ സ്വഭാവമുള്ള വിവരങ്ങൾ വന്നിട്ട് ഒരു അന്വേഷണവുമില്ല. എന്നിട്ട് അതിനും സർക്കാർ പറഞ്ഞ ന്യായം പരാതിക്കാരില്ല എന്നാണ്. ഇപ്പോഴും SITയുടെ മുന്നിലുള്ള ഒരു വലിയ തടസ്സം അന്ന് പറഞ്ഞ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതാണ്. ഉറച്ചു നിൽക്കുമ്പോൾ മാത്രം പരാതി ഉണ്ടെങ്കിൽ മാത്രം അന്വേഷണം നടന്നാൽ മാത്രം കുറ്റക്കാരെ കണ്ടെത്തിയാൽ മാത്രം ശിക്ഷ, ഈ നിലയിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഈ ഹേമ കമ്മീഷനെ നിയമിച്ചത്? ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനും അത് നവീകരിക്കാനും വേണ്ടിയാണ്. സോ ദ ഹോൾ പർപ്പസ് വിൽ അതെല്ലാം എവിടെയും ഇല്ലാതെ പോവുകയാണ്. അപ്പൊ നടപടി വേണ്ടേ രാഹുൽ? നമ്മൾ ഈ ആരോപണ വിധേയർ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെ സംരക്ഷിച്ച് നിർത്തിയാൽ മതിയോ? നടപടി വേണ്ടേ? ഡേർട്ടി ലോണ്ടറി വാഷ് ചെയ്യുകയല്ല, ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുകയല്ല. പർപ്പസ് സൊല്യൂഷൻ ആണ്, ഭാവിയാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അല്ല, ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം ഭാവിയിലെ ശുദ്ധീകരണമല്ല. ദാറ്റ് ക്രിമിനൽ ആരാണ് അതിനകത്തുള്ള ആള്, കുറ്റവാളി, he should be punished, he or she should be punished. അതാണ് അതിന്റെ പരിഹാരം. സർ, ക്രൈം തെളിഞ്ഞിട്ടില്ല സർ. അത് അന്വേഷിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അതിന്റെ തടസ്സങ്ങളാണ് ഞാൻ ഈ പറയുന്നത് രാഹുൽ. അല്ല, ഇത് ഒരു വലിയൊരു പ്രോസസ്സാണ്. അതിനേക്കാൾ നമ്മൾ എല്ലാം ഫോക്കസ് ചെയ്യേണ്ടത് നാളെ എങ്ങനെ നന്നാക്കാം, ഫ്യൂച്ചറിസ്റ്റിക് ആകണം, സൊല്യൂഷൻ സെന്ററിക് ആകണം. ഇത് രാഹുൽ ഈശ്വറിന്റെ മാത്രം അഭിപ്രായമല്ല, ഭാഗ്യലക്ഷ്മി മാഡത്തിന്റെ അഭിപ്രായം ഇതല്ലേ, രേവതി മാഡത്തിന്റെ അഭിപ്രായം ഇതല്ലേ, എല്ലാരും രാഹുൽ താങ്കൾ യു സ്പീക്ക് ഇൻ ഡബിൾ ടങ്. താങ്കൾ 2 നാവ് കൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരു ഭാഗത്ത് താങ്കൾ നിയമത്തിന്റെ കൃത്യതയെക്കുറിച്ച് പറയുന്നു, നിയമപരമായ കാര്യങ്ങൾ പോകണമെന്ന് ശഠിക്കുന്നു. മറുഭാഗത്ത് അതിൽ തന്നെ വളരെ കൃത്യമായ ചോദ്യങ്ങൾ വരുമ്പോൾ താങ്കൾ ഭാഗ്യലക്ഷ്മി ചേച്ചി ഇങ്ങനെ പറഞ്ഞില്ലേ, മറ്റേയാൾ അങ്ങനെ പറഞ്ഞില്ലേ. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. യു കോൾ എ സ്പേഡ് എ സ്പേഡ്. കാരണം ഇവിടെ എന്താണ്, പോക്സോ സ്വഭാവമുള്ള കേസുകൾ വരുമ്പോൾ അതിനകത്ത് പിന്നെ അതിന് നിയമത്തിന്റെ വഴികളേ ഉള്ളൂ. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി നോസ് ദാറ്റ് ബെറ്റർ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ആരെയും കാത്തു നിൽക്കേണ്ട കാര്യമില്ല സംസ്ഥാന സർക്കാരിന്റെ പോലീസിന്. FIR ഇട്ട് അന്വേഷണം തുടങ്ങാം, അവിടെ ഒരു തടസ്സവുമില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നത് രാഹുൽ? പിന്നെ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ന്യായവാദങ്ങൾ നിരത്തുന്നത്? ആരെയും സംരക്ഷിക്കുകയല്ല, പ്രായോഗിക ബുദ്ധിയോടെ സൊല്യൂഷൻ സെന്ററിക്കായി ഭാവിക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുകയാണ്. ഇനിയും കേസുകളും മറ്റും വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ഫൈറ്റായി നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടത്തിലേക്ക് പോകും. പകരം ഇന്നലെയുടെ എല്ലാ തിന്മകളും പഠിച്ചുകൊണ്ട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു നാളെ നിർമ്മിക്കാൻ, പുതിയൊരു യുഗപ്പിറവിക്ക് വേണ്ടി, ഫോർ എ ഫ്രഷ് ബിഗിനിങ്, നമുക്ക് അതിനുവേണ്ടിയല്ലേ ശ്രമിക്കേണ്ടത്. ശ്രീ മോഹൻലാലിന്റെ സമീപനം അതല്ലേ, മമ്മൂട്ടിയുടെ സമീപനം അതല്ലേ? ഏറ്റവും സിനിമാ മേഖലയെ സ്നേഹിക്കുന്നവർക്ക് ഈ സമീപനമല്ല മറ്റൊരു സമീപനം എടുക്കാൻ കഴിയില്ല. ഇനിയും ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കി അടികൂടി എന്നാൽ നമ്മൾ എവിടെയും എത്തില്ല. സോ സൊല്യൂഷൻ സെന്ററിക്കായിട്ട് ആ കോൺക്ലേവ് നടക്കണം. പുതിയ സിനിമാ നിയമം വേണം, സിനിമാ നയം വേണം, നടപടികൾ വേണം, നിലപാടുകൾ വേണം. ഫ്യൂച്ചറിസ്റ്റിക് ആയി പോയില്ലെങ്കിൽ പരസ്പരം ഫൈറ്റിൽ നമ്മൾ നിൽക്കുമെന്നുള്ള ഒരു ഹംബിൾ സബ്മിഷനേ ഉള്ളൂ. ശരി, ശ്രീ പ്രകാശ് ബാരെ, അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സർക്കാർ ഈ സന്ദർഭങ്ങളിലൊക്കെ വിമർശിക്കപ്പെട്ടത് താങ്കൾ പറഞ്ഞതുപോലെ
ഈ സർക്കാരിൻ്റെ ആത്മാർത്ഥമായ ഇടപെടൽ ഈ വിഷയത്തിനുണ്ടോ എന്ന് നമ്മൾ മാറ്റുരച്ച് നോക്കുക. അതിൻ്റെ അന്തിമ ഫലം എന്താണ് എന്ന് നോക്കിയാണ്. അതായത് കുറ്റക്കാരെ കണ്ടെത്തുന്നുണ്ടോ, അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ, നിയമത്തിൻ്റെ വഴിയിൽ അതിൽ കറക്ഷൻ ഉണ്ടാകുന്നുണ്ടോ എന്ന അർത്ഥത്തിൽ. അതിന് ആത്മാർത്ഥമായ ഒരു ശ്രമം ഇനിയും ഉണ്ടാകില്ല എന്ന് ശ്രീ പ്രകാശ് ബാരെ സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവഞ്ച്വലി അത് സംഭവിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണ് വെസ്റ്റ് ബംഗാളിലെ ചീഫ് മിനിസ്റ്റർ, ഒരു നടി, ആ നടിയുടെ കൂടെ ഞാൻ കഴിഞ്ഞ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ നടി ഇൻസ്റ്റാഗ്രാമിലിട്ട ഒരു കമൻറ്റിൻ്റെ പുറത്ത്, ആ കമൻറ്റിൽ ചീഫ് മിനിസ്റ്ററിനും കൂടെ ടാഗ് ചെയ്തിരുന്നു. അവർ 5 അംഗ കമ്മിറ്റിയെ വെച്ചിട്ട് ഹേമ കമ്മീഷൻ്റെ അതേ സ്ട്രക്ചറിൽ ഒരു അന്വേഷണം, ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് അവർ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. തമിഴിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊരു കാട്ടുതീ പോലെ ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കുറേ ആൾക്കാർക്ക് അവരുടെ മുഖം പോലും രക്ഷിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. AMMA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒരു 4-5 വർഷം മുമ്പ് ബുദ്ധിപരമായി ചിന്തിച്ച് കുറ്റം ചെയ്ത ആൾക്കാരെ മാറ്റി നിർത്തി ഈ പരാതിയുള്ള ആൾക്കാരുടെ പരാതി നോക്കിയിട്ട് അതിന് പരിഹാര സെല്ലുകളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞ ഈ മഹാഭാരത യുദ്ധത്തിലേക്ക് എത്തി നിൽക്കില്ലായിരുന്നു. ഇപ്പം രാഹുൽ ഈശ്വരൻ നല്ല ബുദ്ധിമാനാണ്, വളരെ നല്ല ബുദ്ധിമാനാണ്. അദ്ദേഹം ഇതുപോലെ ടെലിവിഷൻ ചാനലിൽ ഒരുപാട് പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെ അപകടപ്പെടുത്തുന്ന വിധത്തിൽ ഇത്തരമൊരു സ്റ്റാൻഡ്, ഞാൻ ആണിന് വേണ്ടി നിൽക്കുകയാണ്, പിന്നെ എന്താണ്, അതിജീവിതമാർക്ക് നീതി കിട്ടണം, പക്ഷേ അത് അതേസമയം തന്നെ അത് ചെയ്ത ആൾക്കാരെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള നിലയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം കുറേ കാലമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, പല കാരണങ്ങളും വെച്ചിട്ട് വലിയ കൊട്ടാരം, ആകാശ കൊട്ടാരം അദ്ദേഹം നിർമ്മിക്കും. ഇത് ദിലീപ് എന്തുകൊണ്ടാണ് ഇന്നസെൻ്റ് എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തിൽ ഒരു കുഞ്ഞു പോലും ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കേസ് ദിലീപിലേക്ക് എത്തുന്നത്? തെളിവുകളാണ് ഈ കേസ് ദിലീപിലേക്ക് എത്തിച്ചിരിക്കുന്നത്, മൊഴികളാണ് ഈ കേസിനെ ദിലീപിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതല്ല, ദിലീപിന് വലിയ ശത്രുക്കളുണ്ട്, അവരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ആരാണ് ഈ ശത്രുക്കൾ? 7.5 വർഷം കഴിഞ്ഞു, അവരുടെ ഒരു പൊടിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടോ? എന്തൊരു കഷ്ടമാണിത്. നിങ്ങൾ ഇത്രയും പച്ചയ്ക്ക് അതിജീവിതയ്ക്ക് എതിരായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തിട്ട് ചാനലുകൾ ദിവസവും വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് നിങ്ങൾ വിചാരിച്ചു? മഹാഭാരത യുദ്ധം, അതിൻ്റെ അകത്ത് ആരാണ് കൗരവർ, ആരാണ് പാണ്ഡവരെന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞു. കേരളത്തിലെ ഈ സിനിമയിലുള്ള ഈ പ്രശ്നം ഈ സെക്ഷുവൽ മാത്രമല്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ബസ്സിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ആണുങ്ങൾ പെണ്ണുങ്ങളോട് അപമര്യാദയായി പെരുമാറും. തിരിച്ചു നിന്നിട്ട് അയാളുടെ ചെപ്പക്കുറ്റിക്ക് വന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിന്നെടുത്ത് കുത്തുകയോ ഒക്കെ സംഭവിക്കും. ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻസിൻ്റെ ഡയനാമിക്സ് മാറിയും മറിഞ്ഞും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഡയനാമിക്സ് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പവർ സ്ട്രക്ചറാണ്. ഇവിടെ മോണോലിത്തിക് ആയിട്ടുള്ള, മോണോപൊളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹൈറാർക്കി സിനിമയുടെ അകത്ത് നിന്നിട്ട് ക്രിമിനൽ തലത്തിലേക്ക് വരെ മാനിപ്പുലേഷൻസിനെ കൊണ്ട് എത്തിച്ചു. ആൾക്കാർ ജോലി ചെയ്യണോ ചെയ്യേണ്ടയോ, ചെയ്തു കഴിഞ്ഞാൽ എത്ര കാശ് കൊടുക്കും, ഏതൊക്കെ സ്ത്രീയെ യൂസ് ആൻഡ് ത്രോ ആയിട്ട് ഉപയോഗിക്കും, എത്ര കാലത്തേക്ക് ഉപയോഗിക്കും, ആരൊക്കെ ഉപയോഗിക്കും, ഇതൊക്കെ തീരുമാനിക്കുന്ന ഒരു പവർ സ്ട്രക്ചറായിട്ട് അവർ മാറുകയാണ്. അങ്ങനെ ഒരു പവർ സ്ട്രക്ചർ ധൃതരാഷ്ട്രൻ ദുര്യോധൻ്റെ കീഴിലുള്ള ഒരു പവർ സ്ട്രക്ചറിൽ പാഞ്ചാലിക്ക് അനുഭവിച്ചതിൻ്റെ അനന്തരഫലമായിരുന്നു മഹാഭാരത യുദ്ധം. അവിടെ ആരാണ് പാണ്ഡവരും കൗരവരും എന്ന് ജനങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ പിന്നെ അനുഭവിച്ചവരും അതിനെ അനുഭവിച്ചവരും തമ്മിലുള്ള യുദ്ധത്തിൽ ആരൊക്കെയാണ് ഏത് സൈഡിലുള്ളതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഈ പവർ സ്ട്രക്ചർ ഹയർ ചെയ്തിട്ട് ചില ആൾക്കാർ ടെലിവിഷൻ ചാനലിൽ നിന്ന് വന്ന് സംസാരിക്കാറുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വരനെ പോലുള്ള ഒരാൾ എന്തിനാണ് ഇതിനു വേണ്ടി നിൽക്കുന്നത്? ഈ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കൂടാരത്തിൽ കാരണം ഇത് ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായിട്ട് അല്ലെങ്കിൽ എത്രയോ നൂറുകണക്കിന് വർഷങ്ങളായിട്ട് ആണുങ്ങൾ ഇങ്ങനെയാണ് പെണ്ണുങ്ങളോട് പെരുമാറിയെന്ന് വെച്ചിട്ട് അതിൽ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അവർ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒലിച്ചു പോകാൻ നിൽക്കുകയാണ്. ഇതേ സംഭവം തന്നെയാണ് സർക്കാരിനോടും പറയാനുള്ളത്. ഈ മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ ഈ ഒരു അറച്ചു നിൽക്കുന്ന ഈ ഒരു സ്വഭാവം അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഇത് അങ്ങേയറ്റം വരെ പോയി കുറ്റം ചെയ്തവർക്കെതിരെ മാതൃകാപരമായി ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹീറോ ആയിട്ട് പുറത്തു വരുന്നത് ഇവിടുത്തെ സർക്കാരായിരിക്കും.
ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരുമായിരിക്കും. അല്ലെങ്കിൽ ചരിത്രം എല്ലാവരും എങ്ങനെ വിലയിരുത്തും എന്നുള്ളത് കാലം തെളിയിക്കും. ശരി, ഗൗരവ സ്വഭാവമുള്ള 20 മൊഴികൾ SIT കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ആരൊക്കെ ആ മൊഴികളിൽ ഉറച്ചു നിൽക്കും, ഏതൊക്കെ മൊഴികളിലാണ് കേസ് ഉണ്ടാകാൻ പോകുന്നത്? ഇതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മളിൽ ഉണ്ടാക്കുന്ന ആകാംക്ഷ. അത് മാത്രമല്ല, ഈ കാര്യങ്ങളിൽ എന്ത് നടപടികളാണ് എടുത്തിട്ടുള്ളതെന്ന കാര്യം കോടതി അടുത്ത മാസം 3-ാം തീയതി അറിയിക്കുകയും വേണം. നമുക്ക് ഈ ചർച്ച തുടരാം. രാഹുൽ, ശ്രീ പ്രിയദർശൻ തമ്പി സർ, ഞാൻ നിങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. നമ്മളോടൊപ്പം നടൻ പ്രകാശ് ബാരെ, ശ്രീ രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി എന്നിവർ ചേരുന്നുണ്ട്. തുടരുകയാണ്. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഈ കേസിൽ സർക്കാർ പറഞ്ഞ ന്യായം താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. 4.5 വർഷക്കാലം എന്തുകൊണ്ട് തീരുമാനമെടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തന്നെ പറഞ്ഞത് പരാതിക്കാരും ഉണ്ടായിരുന്നില്ല, പരാതിക്കാരും വന്നില്ല, അതുകൊണ്ടാണ് എടുക്കാതിരുന്നത് എന്നാണ്. ഇപ്പോൾ SITയുടെ കയ്യിൽ ഈ റിപ്പോർട്ട് കിട്ടുന്നു. SIT 20 ഗൗരവമുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടെന്ന് വിലയിരുത്തുന്നു. ഇനി ഇവരെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരുപക്ഷെ ഈ ഇൻഡസ്ട്രിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർ, ഇൻഡസ്ട്രിയുടെ സ്വഭാവങ്ങൾ അറിയാവുന്നവർ, അവരൊക്കെ തന്നെ ഇനിയും ഒരുപക്ഷെ എടുക്കാൻ പോകുന്ന നിലപാട് ഞങ്ങളുടെ പരാതി അത് രഹസ്യ സ്വഭാവം നിലനിർത്തുമെന്നതുകൊണ്ട് നൽകി എന്നതായിരിക്കും. ആ മൊഴികളിൽ അവർ ഉറച്ചു നിൽക്കണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ സർക്കാർ പറഞ്ഞ ന്യായത്തിന് എന്താണോ സംഭവിച്ചത് അത് തന്നെയായിരിക്കുമോ ഈ റിപ്പോർട്ടിന്മേൽ ഇനിയും സംഭവിക്കാൻ പോകുന്നത്? 3-ാം തീയതി എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കോടതിയെ അറിയിക്കേണ്ടതാണ്. അല്ല, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുൽ ഈശ്വർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യത്തോടൊക്കെ നമുക്ക് യോജിപ്പാണ്. കാരണം ഒരു കാരണവശാലും നമ്മളൊരു കേസ് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അതിൽ ഫാൾസ് ആയിട്ട് ആരെ ഇംപ്ലിക്കേറ്റ് ചെയ്യണം എന്ന് നമ്മൾ ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫാൾസ് ഇംപ്ലിക്കേഷൻ തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 21 ഗുരുതരമായ മൊഴി നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ 21 പേർ ഇപ്പോൾ ആദ്യമായിട്ടല്ല പോലീസിന് മൊഴി കൊടുക്കുന്നത്. അവര് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവര് ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ മുമ്പാകെ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ചല്ല എങ്കിൽ പോലും അവർക്കറിയാം. കാരണം അവര് ഈ ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന ഉന്നത ശ്രേഷ്ഠയായ ഒരു ന്യായാധിപയുടെ മുമ്പിൽ പോയി സത്യം ചെയ്ത് ഒരു മൊഴി അവർ കൊടുത്തിരിക്കുകയാണ്. ആ മൊഴി ഇത്ര വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും അന്നൊരു മൊഴി കൊടുത്തു. ഇപ്പോൾ ആ അതേ മൊഴി അവർ റീട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്ട്രോങ് ബേസ്, ഒരു കേസിന് സ്ട്രോങ് ബേസ് ആയിരിക്കും. ഒരു FIR എടുത്ത് അതിന്റെ പേര് FIS എടുത്ത് അതിന്റെ പേരിൽ ഒരു ഫസ്റ്റ് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രൈമ ഫേസി ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോലീസിന് അധികം സമയമൊന്നും വേണ്ട. ഹൈക്കോടതി ശരിയായ രീതിയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു FIR നമുക്കറിയാം, ഒരു മൊഴി വായിക്കുമ്പോൾ തന്നെ അതിന് ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടോ, അത് നാടകീയത ഉണ്ടോ, അല്ലെങ്കിൽ അത് ക്രിയേറ്റഡ് ആണോ എന്നൊക്കെ അതിനാണല്ലോ പോലീസിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പതിരിൽ നിന്ന് നെല്ല് വേർതിരിച്ചെടുക്കുന്നത് പോലെ അത് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്താൻ കഴിയും. പിന്നീട് ഇൻപുട്സ് എവിടെ വെച്ചാണ് സംഭവം നടന്നത്, അത്തരത്തിലുള്ള ഞാൻ താങ്കളുടെ അനുവാദത്തോടുകൂടി ഒന്ന് ഇടപെടുകയാണ്. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി സാർ, താങ്കൾക്ക് തുടരാം. ഇടയ്ക്കൊരു വാർത്ത വന്നതുകൊണ്ട് മാറിപ്പോയതാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്നത് പോലെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം 2 തലത്തിൽ ഇതിനെ കാണാനുണ്ട്. ഇത് ഈ വിക്ടിംസ് ഈ പറഞ്ഞ ഏത് തരത്തിലുള്ള സെക്ഷൽ ഒഫൻസസിന് വിധേയമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേസ് എടുക്കണമെന്നുള്ള ഒന്നാമത്. രണ്ടാമത് ഫാൾസ് ഇംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അക്കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ ഒരു കാര്യം കൂടി ഇതിന് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ സിനിമാ രംഗത്തെ വനിതാ സംഘടനകൾ പലപ്പോഴും ഇതിന്റെ ഇനിഷ്യേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള സംഘടനകൾ പോലും എടുക്കുന്ന നിലപാടുകൾ കോൺട്രഡിക്റ്റീവ് ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം ഇരകളുടെ പേരുകൾ പുറത്തുവിടില്ല എന്ന് ഒരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല എന്ന് നമ്മുടെ നിയമത്തിലുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും അത് പുറത്തുവിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അവർക്ക് ശരിയായ നിലപാടാണ് അവർ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർ ഹേമ കമ്മീഷൻ മുമ്പാകെ കൊടുത്ത മൊഴിയിൽ നിന്നും പിറകോട്ട് പോകാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഹേമ കമ്മീഷൻ മുമ്പാകെ അങ്ങനെ ഒരു മൊഴി അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ സിനിമാ രംഗത്തെ തെറ്റായ പ്രവണതകൾക്കെതിരെ അവർ ശബ്ദമുയർത്തുന്നു എന്ന് പറയുകയും എന്നാൽ വീണ്ടും മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ പേര് രഹസ്യ മൊഴി പുറത്തുവിടരുത്, ഞങ്ങളുടെ പേര് എന്ന് പറയുന്നത് ഒരു കോൺട്രഡിക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡാണ്. മൊഴി കൊടുത്തിട്ടുണ്ട് ഉള്ള ആളുകൾ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം. അങ്ങനെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അതിൽ ഒഫൻസ് ഉണ്ട് എങ്കിൽ പോലീസ് കേസെടുക്കും. കേസെടുക്കാതിരിക്കാൻ ഒരു ഗവൺമെന്റ് വിചാരിച്ചാലും നടക്കില്ല, ഒരു പോലീസുകാർ വിചാരിച്ചാലും നടക്കില്ല. കാരണം കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ തന്നെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും സൂപ്പർവിഷനിലുമാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ കൊടുക്കുകയാണെങ്കിൽ പോലീസ് FIR നിർബന്ധിതരാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ രാഹുൽ ഈശ്വർ, നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു ജനറൽ പെർസെപ്ഷൻ ഇല്ലല്ലോ, കേസ് ബൈ കേസ് ആണല്ലോ. അങ്ങനെയാണല്ലോ താങ്കൾ പറഞ്ഞതുപോലെ
ജസ്റ്റിസ് സെർവ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നിവിൻ പോളിയുടെ കാര്യത്തിൽ, അതല്ലെങ്കിൽ മുകേഷിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ രാജുവിന്റെ കാര്യത്തിൽ, ഇങ്ങനെ താങ്കൾ ഒരുപറ്റം ആളുകൾ, ഇപ്പോൾ പാണ്ഡവർ കൗരവർ എന്ന ഒരു പരിപ്രേക്ഷ്യം അവതരിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ ഒരുപറ്റം ആളുകൾ ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്നവരും മറുഭാഗത്ത് അധർമ്മത്തിന് വേണ്ടി നിൽക്കുന്നവരും എന്ന് താങ്കൾ ഇവിടെ വിശേഷിപ്പിച്ച ആളുകൾ, അവിടെ 1-2 കേസുകളിൽ ഇനി അത് തെറ്റായ ആരോപണമാണ് എന്ന് തെളിഞ്ഞെന്നിരിക്കട്ടെ, അതുകൊണ്ട് മറ്റ് 10-18 കേസുകളുടെയും ആരോപണത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ നിജസ്ഥിതി, അതിന്റെ നിയമപരമായ നിലനിൽപ്പ് ഇല്ലാതാകുന്നില്ലല്ലോ. അപ്പോൾ ഒരു ഫെയർ സ്റ്റാൻഡ് വേണ്ടേ രാഹുൽ ഈ കാര്യങ്ങളിൽ സ്വീകരിക്കാൻ? എന്തുകൊണ്ടാണ് അതിന് താങ്കൾ മടിക്കുന്നത്? അല്ല, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ കേസ് ബൈ കേസ് മാത്രമേ പോകാൻ കഴിയൂ. നമുക്കത് വരട്ടെ, കോടതി കുറ്റക്കാരനെന്ന് വിധിക്കട്ടെ. രണ്ട്, പ്രകാശ് ബാരെ സാർ പറഞ്ഞ കാട്ടുതീ പോലെ ഇത് പടരുന്നു എന്ന സാധനം. സാർ, കാട്ടുതീ ഒരു വശത്തുണ്ടാകുമ്പോൾ മറുവശത്ത് പേമാരി ഉണ്ടായേ പറ്റൂ. അങ്ങനെ മാത്രമേ ആ കാട്ടുതീ അടങ്ങൂ. ആ കാട്ടുതീ എന്ന് പറഞ്ഞാൽ കാട്ടിലെ മൃഗങ്ങളും കാട്ടിലെ ബാക്കി എല്ലാവരും ഇല്ലാതാവുന്ന ഒരു സാധനമാണ് ഈ ഫോറസ്റ്റ് ഫയർ അല്ലെങ്കിൽ കാട്ടുതീ എന്ന് പറയുന്നത്. ഇത് കാട്ടുതീ പോലെ വ്യാപിക്കുമ്പോൾ കാടില്ലാതാകുന്നു, കാട്ടിലെ മൃഗങ്ങൾ ഇല്ലാതാകുന്നു, അവിടുത്തെ എക്കോസിസ്റ്റം ഇല്ലാതാകുന്നു എന്ന് മറക്കരുത്. അദ്ദേഹം മറ്റൊരു അർത്ഥത്തിലാണ് ഉദ്ദേശം എന്ന് എനിക്കറിയാം. ഞാൻ പക്ഷേ അതിന്റെ മറ്റൊരു ആംഗിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ കാട്ടുതീ എല്ലാവരെയും നശിപ്പിക്കുക നോക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കും ഉണ്ട്. ഇനി ഒരു നയം കൂടി പറയാം, ഇവിടെ ഇരിക്കുന്ന ആർക്കും യോജിപ്പില്ല ഒരു നയം കൂടി പറയാം. ഗവൺമെന്റിന്റെ നയം ഇതാണ്. മുഖ്യമന്ത്രിക്ക് ഇത് തുറന്നു പറയാൻ മടി കാണും. രാഹുൽ ഈശ്വർ സാധാരണക്കാരനായതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയും. ഗവൺമെന്റിന്റെ അടക്കം മനസ്സിലുള്ള നയം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയ പൊസിഷൻ മതി എന്നുള്ളതാണ്. ഗവൺമെന്റ് അത് സ്റ്റേറ്റ് ചെയ്യുന്നില്ല. ശ്രീ സജി ചെറിയാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ അങ്ങനെ ഒരു നിലപാട് ഭരണഘടനാ പുസ്തകത്തിൽ നിന്ന് പറയാൻ കഴിയില്ല. മുമ്പ് ക്രൈം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണടയ്ക്കണമെന്ന്. കണ്ണടയ്ക്കാൻ ആരും പറയുന്നില്ല. പക്ഷേ അൺലെസ് ഇറ്റ് ഈസ് എ വെരി സീരിയസ് ക്രൈം, പലപ്പോഴും ഇപ്പൊ ശ്രീ രഞ്ജിത്തിനെതിരെ വന്നതുപോലെ എന്റെ രാഹുൽ, അതിന്റെ സെവേറിറ്റി എങ്ങനെയാണ് താങ്കൾ അളക്കുന്നത്? അതെങ്ങനെയാ താങ്കൾ അളക്കുന്നത്? അതിന്റെ സിവിയറിറ്റി എങ്ങനെയാണ് അളക്കുന്നത്? അല്ല, സിവിയറിറ്റി ഇപ്പം പോക്സോ പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ റേപ്പ് ഇൻഹ്യൂമൻ ആക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു സെക്ഷൽ ഹാരസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇഫ് എനിബഡി വാസ് ഫോഴ്സ്ഡ് ടു ഡു എനിത്തിങ്, അതൊരു ക്രൈമാണ് രാഹുൽ. അല്ല, അങ്ങനൊന്നും ഇല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഇതിന്റെ വേഗം എന്ന് പറഞ്ഞാൽ ആദ്യം കൺസെന്റോടുകൂടി പെരുമാറുകയും വർഷങ്ങൾക്ക് ശേഷം കൺസെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ ഉദാഹരണം, എന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഞാൻ ഒരു പെൺകുട്ടിയും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായി. ആ കുട്ടി 10 വർഷത്തിന് ശേഷം പറയുകയാണ് ഇത് കൺസെന്റ് ഇല്ല, ഇയാൾ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ലാന്ന് ഞാൻ എങ്ങനെ തെളിയിക്കാൻ സാധിക്കും? നിയമത്തിന്റെ കാര്യത്തിൽ ഇത്തരം എക്സെപ്ഷൻസ് പറഞ്ഞിട്ട് അതിനെ ജനറലൈസ് ചെയ്യരുത്. ദാറ്റ് ഈസ് എ വെരി റോങ് തിങ് ദാറ്റ് യു ആർ ഡൂയിങ്. സിൻസ് യു ആർ എ ലോയർ, യു ഷുഡ് നോ ഇറ്റ് ബെറ്റർ ദാൻ മീ. അല്ല, അതുകൊണ്ടല്ല, ഇത് റിയൽ ഇഷ്യൂ ആണ്. ഇത് പലപ്പോഴും ഇനി ഒരു കാര്യം കൂടെ, ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഹിമാചൽ ഹൈക്കോടതിയിൽ ജിതേന്ദ്രക്കെതിരെ ഇതേ പരാതി വന്നു. 48 വർഷം മുമ്പ് തനിക്ക് മീറ്റു സംഭവിച്ചു എന്ന് പറഞ്ഞൊരു സ്ത്രീ പോയി. പോലീസ് FIR ഇട്ടു. പക്ഷേ ആ FIR-നെ കോടതി വിളിച്ചത് ഇത് ഇൻഹറന്റ്ലി വേഗം അബ്സേർഡ് വന്നാണ്. രാഹുൽ, ലെറ്റ് ദ കോർട്ട് ഫൈൻഡ് ഇറ്റ്. രാഹുൽ, 100 കേസുകൾ തെറ്റാണ് എന്ന് പറഞ്ഞതുകൊണ്ട് 101ാമത്തെ കേസിൽ അത് അപ്ലൈ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. നേരെ തിരിച്ചും സാർ, നേരെ തിരിച്ചും 100 കേസ് ശരിയെന്ന് പറഞ്ഞ് പക്ഷേ അവിടെ പ്രോബ്ലം ഉണ്ട് രാഹുൽ. നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. ഇവിടെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത തന്നെ, ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ലൈംഗികാതിക്രമണ ആരോപണം ഉന്നയിച്ചാൽ അങ്ങനെ നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത പുരുഷന്റേതാകുന്നു എന്നതാണ്. അതാണ് അതിലെ വ്യവസ്ഥ. ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം വർക്ക് ചെയ്യുന്നത്. ആ നിയമമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. സോ ഒരു വരി കൂടെ പറയാം. സുപ്രീം കോടതി പറഞ്ഞ വാക്കുകളാണ്, ഞങ്ങൾ സ്ത്രീകൾക്ക് പരിചകളാണ് കൊടുത്തത്, പലരും അത് വാളുകളായി ഉപയോഗിക്കുന്നു. അത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല രാഹുൽ, എല്ലാ നിയമത്തിലും ഇങ്ങനെ അതിന്റെ പഴുതുകൾ ഉപയോഗിച്ച് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുന്നവരെ ഉണ്ടാകും. അതൊന്നും നിയമത്തിന്റെ നിലനിൽപ്പിനെ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. അതൊന്നും നിയമം നടത്തിപ്പിനെ വിഘാതമാകുന്ന ഒന്നല്ല. ജസ്റ്റിസ് ഷുഡ് ബി സെർവ്ഡ്. അത് ഒരു ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ അത് എങ്ങനെയാണ് വേണ്ടത്. What we are talking about is not ഒരു മാൻ റിലേറ്റഡ് സംഭവമല്ല. നമ്മൾ പറയുന്നത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ നിയമമാണ് അതിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് എ പൊസിഷൻ. അതുകൊണ്ടാണ് നമ്മളുടെ പ്രകാശ് ബാരെ പറഞ്ഞത് ഇതൊരു പവർ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ആ പോയിന്റ് എഗ്രി ചെയ്യുന്നു. പ്രകാശ് ബാരെ സാറിന് അറിയാം, ഞാൻ പല ചർച്ചകളിൽ ഇരുന്നപ്പോൾ ഒരു പവർ ഹൈറാർക്കിയുടെ ഇഷ്യൂ ഉണ്ട്. കുറച്ചുകൂടെ ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചർ വേണം. ഇത്രയും സ്റ്റീപ്പ് ആയ ഒരു വെർട്ടിക്കൽ സ്ട്രക്ചർ ഒരു സൊസൈറ്റിക്ക് നല്ലതല്ല. അത് കുറെ കൂടെ ലെജിറ്റിമേറ്റ് ആകണം, ഡിസ്ട്രിബ്യൂട്ടഡ് പവർ ആകണം, കുറെ കൂടെ ഹൊറിസോണ്ടൽ. ഒരു പരിധിക്കപ്പോൾ ഹൊറിസോണ്ടൽ ഒന്നും ആവില്ല. ഇതൊരു സോഷ്യലിസ്റ്റ് ഇൻഡസ്ട്രി അല്ല. ശ്രീ പ്രകാശ് ബാരെ, ഒരു 1 മിനിറ്റിൽ സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ്. ഇതിൻ്റെ അകത്ത് ഈ 20 കേസിൽ
അറ്റ്ലീസ്റ്റ് 20 കേസിൽ നേരത്തെ പറഞ്ഞ പോലെ പോക്സോ ഉണ്ടെങ്കിൽ എവിടെ ഒരു അനീതി കണ്ടിട്ടുണ്ടെങ്കിലും ഒരു സർക്കാരിന് അതിൻ്റെ അകത്ത് പിന്നെ വിക്ടിമിൻ്റെ പേര് പറയാതെ കേസ് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന കേസുകളിൽ അവർ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ഇപ്പോൾ സർക്കാർ കോടതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസുണ്ട്. അതിന് സമാനമായിട്ടുള്ള വസ്തുതകൾ, സംഭവങ്ങൾ ഇതിനു മുമ്പ് മലയാള സിനിമയിൽ നടന്നിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ആരാണ് ഉൾപ്പെട്ടിരുന്നത്, അതിന് ഇപ്പോൾ നടക്കുന്ന നടി ആക്രമിച്ച കേസുമായിട്ട് ബന്ധമുണ്ടോ, ഇതൊക്കെ സർക്കാർ പറയേണ്ടതാണ്. ഇവിടുത്തെ സിനിമാ മന്ത്രി പറയുന്നത് ഞാനിത് വായിച്ചിട്ടില്ല, 4.5 വർഷം കഴിഞ്ഞിട്ട് ഇത് ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു സിനിമാ മന്ത്രിയാണ് നമുക്കുള്ളത്. ആരെ രക്ഷിക്കാനാണ്, ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെയല്ല അദ്ദേഹം പറയേണ്ടത്. ഞങ്ങളത് മുഴുവൻ പഠിച്ചു, എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തെറ്റുകൾ ഞാൻ ആരുടെ ഭാഗത്തൊക്കെയാണ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അവർ ഈ കേസുമായിട്ട് ബന്ധമുള്ള തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ റിപ്പോർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രോസിക്യൂഷന് കൈമാറേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ശരി, ഏതായാലും ഒക്ടോബർ 3-ാം തീയതി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന് മുന്നിലേക്ക് എന്ത് തരത്തിലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് കോടതിയുടെ മുന്നിൽ എത്തുമ്പോൾ മാത്രമാണ് എത്ര പേർ മൊഴികളിൽ ഉറച്ചു നിന്നു, ഏതൊക്കെയാണ് കേസുകളായി രൂപാന്തരപ്പെടാൻ പോകുന്നത്, എത്ര പോക്സോ കേസുകളാണ് ഇനി അന്തിമമായി പ്രതികളെ ശിക്ഷിക്കും വരെ ആ ഫലത്തിലേക്ക് എത്താൻ പോകുന്നതെന്നൊക്കെ നമുക്കറിയാൻ കഴിയും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി ഇപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ ചേരും ഇപ്പോൾ കിട്ടിയതുമായി ഉടൻ. നമസ്കാരം.